ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 9th CBSE സിലബസിൻ്റെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ ആൾജിബ്രായിക് ഐഡൻറ്റിറ്റീസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഐഡൻറ്റിറ്റീസ് പരിചയപ്പെടാം. അതിനുശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. First one, x plus y whole square equal to x square plus 2xy plus y square. Second one, x minus y whole square equal to x square minus 2xy plus y square. മൂന്നാമത്തത് x square minus y square equal to x plus y into x minus y. Fourth one, x plus a into x plus b equal to x square plus a plus b into x plus ab. Fifth one, x plus y plus z whole square equal to x square plus y square plus z square plus 2xy plus 2yz plus 2zx. Sixth one, x plus y whole cube equal to x cube plus y cube plus 3xy into x plus y. ഈ എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബിന് തന്നെ വേറൊരു എക്സ്പാൻഷൻ വരുന്നുണ്ട്. അത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3x² പ്ലസ് 3xy² എന്നാണ്. അത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3xy ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം അടിയിൽ തന്നിട്ടുണ്ട്. ഇനി 8th വൺ ആയിട്ട് പറയുന്നത് ലാസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് 3xyz ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് xy മൈനസ് yz മൈനസ് zx. ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 0 ആവുമ്പോൾ റൈറ്റ് സൈഡ് 0 ആവും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് ഈക്വൽ ടു 3xyz എന്നാവും. ഇനി നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 10. അപ്പോൾ ആദ്യം ഇത് ഏത് ഐഡൻറ്റിറ്റി ഫോമിലാണെന്ന് നോക്കുക. ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലാണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? എ എന്ന് പറയുന്നത് 4ഉം ബി എന്ന് പറയുന്നത് 10ഉം ആണ്. വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 4 പ്ലസ് 10 ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 10 എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 10 14 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 14x പ്ലസ് 4 ഇൻറ്റു 10 എന്ന് പറയുന്നത് 40. അപ്പോൾ ഫൈനൽ ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് 14x പ്ലസ് 40 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3. ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റീൻ്റെ ഫോമിലായിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെയാണ്, വൈൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എക്സ് തന്നെ എഴുതുക, വൈൻ്റെ പ്ലേസിൽ 3 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ അത് എൻ്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 എത്രയാണ്? 6x ആണ്. പ്ലസ് 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 മൈനസ് 2x ഇൻറ്റു 3 പ്ലസ് 2x. ആദ്യം ഇത് ഏത് ഐഡൻറ്റിറ്റി ഫോമിലാണെന്ന് നോക്കുക. ഇത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിലാണുള്ളത്. അതിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് മാറ്റി എഴുതാം. ഇവിടെ എക്സ് ആയിട്ട് വരുന്നത് 3 ആണ്, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ഇത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എങ്ങനെ ചേഞ്ച് ആവും? 3 മൈനസ് 2x ഇൻറ്റു 3 പ്ലസ് 2xനെ 3 സ്ക്വയർ മൈനസ് 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 3 സ്ക്വയറിൻ്റെ വാല്യൂ 9 ആണ്. 2x ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2x ഇൻറ്റു 2x, അപ്പോൾ 4x സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 9 മൈനസ് 4x സ്ക്വയർ ആണ് ആൻസർ വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25/4a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 9. ഇതിപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിലാണുള്ളത്. ഇവിടുത്തെ എക്സും വൈയും ആദ്യം നമുക്ക് ഫൈൻഡ് ചെയ്യണം. 25/4a സ്ക്വയറിനെ നമുക്ക് 5/2a ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. ബി സ്ക്വയർ ബൈ 9നെ b/3 ഹോൾ സ്ക്വയർ എന്നും മാറ്റി എഴുതാം. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിലായി. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 5/2a ആണ്. അപ്പോൾ 5/2a പ്ലസ് വൈ എന്താണ്? b/3 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നാണല്ലോ. അപ്പോൾ 5/2a മൈനസ് b/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് തന്നെയാണ്. 4y സ്ക്വയർ മൈനസ് 4y പ്ലസ് 1. ഇത് ആക്ച്വലി എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്. വൈയും ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം.
4y² നമുക്ക് 2y² എന്ന് എഴുതാം. 4yനെ 2 × 2y × 1 എന്ന് എഴുതാം. 1നെ 1² ആക്കി എഴുതാം. ഇപ്പോൾ ഇത് x - y² എക്സ്പാൻഡഡ് ഫോമായി. ഇവിടെ x 2yയും y 1ഉം ആണ്. അപ്പോൾ അതിനെ 2y - 1² എന്ന് എഴുതാം. 2y - 1² 2y - 1 × 2y - 1 എന്ന് മാറ്റി എഴുതാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്